ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ പുരോഗമിക്കുകയാണ്. അതിവാശിയേറിയ പോരാട്ടം. കാരിച്ചാൽ അടക്കമുള്ള വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിലേക്ക് മാറിയിരിക്കുന്നു. UBC അടക്കമുള്ള പല തവണ 12 തവണ ട്രോഫി നേടിയിട്ടുള്ള UBC അടക്കമുള്ള ക്ലബ്ബുകൾ ലൂസേഴ്സ് ഫൈനലിലേക്ക് മാറിയിരിക്കുന്നു. ഇത്തവണ നമുക്കറിയേണ്ടത് PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഡബിൾ ഹാട്രിക് അടിക്കുമോ എന്നറിയാനുള്ള ഒരു മത്സരം തന്നെയാണ്. വളരെ ഇനി ഫൈനലിലേക്ക് നോക്കുമ്പോൾ പുന്നമട ബോട്ട് ക്ലബ്ബ് 4.20-904 നടുഭാഗം ചുണ്ടന്റെ നെഞ്ചിലേറിയാണ്, തോളിലേറിയാണ്. നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, അതറിയാം. കാരണം വെച്ചാൽ യൂസേഴ്സ് ഫൈനലാണ് മത്സരമെങ്കിൽ പോലും ആ യൂസേഴ്സ് ഫൈനലിനകത്തും ഒരു പോരാട്ട വീര്യമുണ്ട്. കാരണം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ 1140 മീറ്റർ കടക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരിച്ചാൽ പുറത്തുപോയി നമ്മൾ നേരത്തെ പറയുന്നുണ്ടെങ്കിൽ പോലും വില്ലേജ് BC, അതായത് വിയ്യപുരം ഉൾപ്പെടെയുള്ള ഒരു അട്ടിമറി നടത്തിയിട്ടുള്ള ടീമുകൾ അപ്പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ഈ ഒരു ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് കാരിച്ചാൽ പുറത്തു പോകുന്നത്? ഏത് ബോട്ട് ക്ലബ്ബാണ് മാറുന്നത്? നാട്ടുകാർ മാറുന്നു. ബോട്ട് ക്ലബ്ബുകൾ ഓരോന്നും ആവേശത്തോടുകൂടി തന്നെയാണ് ഈ മത്സരത്തെ കാണുന്നുള്ളത്. ലൂസേഴ്സ് ഫൈനൽസിലും കാരിച്ചാലിന്റെ മത്സരമാണ് നടക്കുന്നത്. കാരിച്ചാൽ തുഴഞ്ഞു വരുന്ന വരവ് കണ്ടോ? എന്നാ കാരിച്ചാൽ ഇറങ്ങിയത് 70-ലാണ്, 1970-ലാണ് കാരിച്ചാൽ ഇറങ്ങിയത്. കാരിച്ചാൽ അടക്കമുള്ള വള്ളങ്ങൾ തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ്. എത്രയോ തവണ 1970 മുതൽ 73 ആദ്യമായിട്ട് നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. 16 തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. ആ വള്ളമാണ് ഇങ്ങനെ തുഴഞ്ഞു വരുന്നത്. ആ വരുന്ന വരവ് കേട്ടോ, എന്തൊരു കാഴ്ചയാണ്! വല്ലാത്തൊരവസ്ഥയിൽ 3 വള്ളങ്ങളും ഒരേ രീതിയിൽ വരുന്ന ഒരു കാഴ്ച. 3 വള്ളങ്ങളും കട്ടയ്ക്കെന്ന് പറയാൻ പോലും സാധിക്കില്ല. ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ സൂചി മുന വ്യത്യാസത്തിൽ വരുന്ന കാഴ്ചയാണ്. ആവേശത്തിലും തുഴയെറിഞ്ഞുകൊണ്ട് ഓരോരുത്തരായിട്ട് അവരുടെ കരുത്ത് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വള്ളംകളിയിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു സെക്കൻഡെങ്കിലും ആരാണോ ആവേശത്തോടെ തുഴയെറിയുന്നത്, ആരുടെ കരുത്താണോ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് വീഴുന്നത്, അത് വെള്ളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം കൊടുക്കും. ആ വെള്ളത്തിന്റെ തുഴച്ചിലിന്റെ പായ്ച്ചിലിന്റെ എല്ലാ ഗുണങ്ങളും ഇവരിലേക്ക് വരുന്നുണ്ട് എന്ന് കാണാം. പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് ഒരു വള്ളപ്പാടൊന്നുമല്ല, ഇഞ്ചോടിഞ്ച് മാത്രമായിട്ട് ആവേശത്തോടു കൂടി തന്നെ 3 പേരും ഒരേ അളയിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇത് ലൂസേഴ്സ് ഫൈനലാണ്. ആ ലൂസേഴ്സ് ഫൈനൽ ആവേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ലൂസേഴ്സ് ഫൈനൽ ആവേശമുണ്ട്. ഇതാ ഒന്നിനൊന്നും മിച്ചമായിട്ട് കൃത്യമായിട്ട് വരുന്നു. കാരിച്ചാൽ തുഴയുന്നുണ്ട്, സംശയിക്കേണ്ട. ഇടഭാഗം തുഴയുന്നുണ്ട്. ആരാണ്? കണ്ണൻ. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം. എന്തൊരു കരുത്തോടു കൂടിയാണ് ആ വള്ളം വരുന്നതെന്ന് നോക്കിയാൽ. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം. നമുക്കൊരിക്കലും പറയുക അസാധ്യമാണ്. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമാണ്. ലൂസേഴ്സ് ഫൈനലിന്റെ ഏറ്റവും വാശിയേറിയ മത്സരമാണ് പ്രേക്ഷകർ കണ്ടത്. ഓരോ നിമിഷവും ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ മത്സരത്തിന്റെ ആവേശം അന്നും ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കാരിച്ചാൽ പായിപ്പാടിനും ഇഞ്ചോടിഞ്ച് അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും ഇതേ കാരിച്ചാലാണോ പായിപ്പാടാണോ എന്നുള്ള കാര്യത്തിൽ ഈ കണ്ണുകൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള, കണ്ണുകൾക്ക് പറയാനും സാധിക്കാത്ത രീതിയിലേക്കുള്ള, കാണികൾക്ക് പറയാനും സാധിക്കാത്ത രീതിയിലേക്കുള്ള പോരാട്ട വീര്യമാണ് ഈ ഓരോ ചുണ്ടൻ വള്ളങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നമഴയുടെ ഇരുകരകളിലും ആർത്തിരമ്പുന്ന ജനസാഗരം പോലെ വള്ളംകളി പ്രേമികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫൈനലിലേക്ക് ആരൊക്കെയാണ് എത്തിയെന്ന് അവർക്കറിയാം. ആരാണ് ഫൈനലിൽ ജയിക്കുക എന്ന് പറയുക അസാധ്യമാണ്. ഒരേ രീതിയിൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പല വള്ളങ്ങളും ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവചിക്കുക അസാധ്യമാണ്. അല്പസമയത്തുള്ളിൽ ഫൈനലിലേക്കുള്ള മത്സരം ആരംഭിക്കും. ആ മത്സരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടത്തിൽ വളരെ വാശിയോടുകൂടി ഓരോ വള്ളംകളി പ്രേമികളും കാത്തിരിക്കുന്ന, ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ചുണ്ടൻ ഫൈനലിലേക്ക് എത്താൻ പോവുകയാണ്. ഇതാണ് ജലയുദ്ധം, ഇതാണ് ജല പോരാട്ടം. ആ പോരാട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്.